ഹലോ ആൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫാക്ടറി ബിൽഡിങ്സിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ ഫാഗസ് ഫാക്ടറിയും അതുപോലെ തന്നെ AEG ഫാക്ടറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സിബിഷൻ ബിൽഡിങ്സാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ ലണ്ടൻ, അതുപോലെ തന്നെ വേറൊരു എക്സിബിഷനാണ് ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ പാരീസ്. ഇപ്പോൾ ഈ രണ്ട് എക്സിബിഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സിബിഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത്. അതെങ്ങനെയാണ് അവർ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്നിട്ടുള്ള ബിൽഡിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിഡ്ജസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഫസ്റ്റിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രിഡ്ജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്നിട്ടുള്ളതായിരുന്നു ഫാക്ടറി ബിൽഡിങ്സ്. ഫാക്ടറി ബിൽഡിങ്സും അതുപോലെ തന്നെ കുറച്ച് വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്നിട്ടുള്ളൊരു സ്ട്രക്ചറായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ അതിന് ശേഷം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്നിട്ടുള്ളത് തന്നെയാണ് ഇത് ഗ്രേറ്റ് എക്സിബിഷൻസും. ഓക്കെ, അതായത് അതിലൊന്നാമത്തതാണ് ലണ്ടൻ ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ ലണ്ടൻ 1851. ഈ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് വേൾഡിലുള്ള പല കൺട്രീസിനും അവരുടെ ഗുഡ്സും കാര്യങ്ങളും ഓരോ കൺട്രീസിലുള്ള ഗുഡ്സ് കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷനായിരുന്നു അത് ഈ ഒരു ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ ലണ്ടൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജോസഫ് പാക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്റ്റാണ് ഈ ഒരു ഗ്രേറ്റ് എക്സിബിഷൻ ബിൽഡിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഇതിനെ തന്നെ ദി എക്സിബിഷൻ വാസ് ഹൗസ്ഡ് എ ഫാബുലസ് എക്സിബിഷൻ ഹാൾ ഡിസൈൻഡ് ബൈ ജോസഫ് പാക്സ്റ്റൺ കാൾഡ് ക്രിസ്റ്റൽ പാലസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിനെ എക്സിബിഷൻ ഹാളിനെ വിളിച്ചിരുന്നതായിരുന്നു എന്ത് ക്രിസ്റ്റൽ പാലസ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റൽ പാലസ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഗ്ലാസ് കൊണ്ടും ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറായിരുന്നു. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റൽ പാലസിന് ഗ്രീൻ ഹൗസ് അറ്റ്മോസ്ഫിയർ എന്നിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നു ജോസഫ് പാക്സ്റ്റൺ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഓർണമെൻ്റൽ ഗേറ്റ് ഇതിൽ അബ്രഹാം ഡർബി എന്നിട്ടുള്ള ആളും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്ത്യയും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ്റെ കുറേ മെറ്റൽസിലുള്ള വർക്ക്സ്, പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, കാർപ്പൻട്രീസ് കാർപ്പറ്റ്സ് കാര്യങ്ങളൊക്കെ ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ക്രിസ്റ്റൽ പാലസിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു എക്സിബിഷൻ ഹാളിനെ കുറിച്ച് ജസ്റ്റ് ബ്രീഫായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആ ഒരു ക്രിസ്റ്റൽ പാലസ്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫ് പാക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 1851 ഈ ഒരു എക്സിബിഷൻ ഹാള് ഡിസൈൻ ചെയ്യുന്നത്, ക്രിസ്റ്റൽ പാലസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത് അയൺ, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ആയിരുന്നു. പിന്നെ അതുപോലെ ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഡെവലപ്ഡ് ഗ്ലേസ്ഡ് റൂഫ് ആണ് ഈ ഒരു ഇതിനെ കൊടുത്തിട്ടുള്ളത്. ആൾസോ മച്ച് ലൈറ്റർ ഓഫ് എ മോഡേൺ ആർക്കിടെക്ചർ സ്റ്റൈലിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സിബിഷൻ ഹാള് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാക്സ്റ്റൺ ഡിസൈൻ ദ ക്രിസ്റ്റൽ പാലസ് ബേസിക്കലി എൻലാർജർ വേർഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഹി ഹാഡ് ഏർലിയർ ബിൽഡ് ദാറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്രിസ്റ്റൽ പാലസ് എന്നുള്ളത് ഒരു ഗ്രീൻ ഹൗസിൻ്റെ കുറച്ച് വലിയൊരു ഫോം എന്നുള്ള കോൺസെപ്റ്റിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്
ജോസഫ് പാക്സ്റ്റൺ ക്രിസ്റ്റൽ പാലസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് എ വാസ്റ്റ് ആൾ ഓഫ് അയൺ ആൻഡ് ഗ്ലാസ്. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞത് അയണും പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സും ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് 550 meter in length and 140 meter in width and it took only 9 months to erect. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 550 മീറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര 140 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദി അയൺ കോളം ആൻഡ് ഗ്രൈൻഡേഴ്സ് ആൻഡ് ഗ്ലാസ് പാനൽസ് ആർ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് പാനൽസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയൺ കോളംസ് ഗ്രൈൻഡേഴ്സ് കാര്യങ്ങളായിരുന്നു ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ ഡിസൈൻ ഓഫ് ദി ബിൽഡിംഗ് വാസ് സ്റ്റാൻഡർഡൈസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ് വാസ് ഓൺലി വേ ഇൻ വിച്ച് ഓഫ് ദിസ് സൈസ് could have been manufactured and erected in a short time അവൈലബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനെ എറക്റ്റ് ചെയ്തെടുക്കാനുള്ള ടൈം എന്ന് പറഞ്ഞത് 9 months ആയിരുന്നു. അതായത് ഈ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് ആ ഒരു കൂട്ടി യോജിപ്പിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എത്ര 9 months ആയിരുന്നു ഇവർ എന്ത് ചെയ്തിരുന്നത് ഈ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി കാസ്റ്റ് അയൺ കോളംസ് വാസ് സ്റ്റാൻഡേർഡ് ത്രൂ ഔട്ട് അക്കോർഡിംഗ് ടു ദി ലോഡ് ദേ ക്യാരിഡ് ദെയർ തിക്നെസ് വാരിയഡ്. അപ്പോൾ ഈ ലോഡ് ക്യാരി ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഈ ഒരു കോളത്തിൻ്റെ തിക്നെസ് വാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദി കോളം സൈസ് വാസ് ഇൻക്രീസ് ഓൺലി ബൈ റെഡ്യൂസിങ് ദി ഇൻറ്റേർണൽ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലോഡ് ക്യാരിങ്ങിനെ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തിക്നെസ് വേരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോളത്തിൻ്റെ അയൺ കോളത്തിൻ്റെ തിക്നെസ് വേരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദി സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ആൻഡ് ദി ക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് ദി കോളം വാസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഒരു കോളത്തിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങും അതായത് ആ ക്ലിയർ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോളത്തൊക്കെ പ്ലേസ് ചെയ്തത് ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ് ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു. ദർ വാസ് നോ നീഡ് ഓഫ് ഫോർ കട്ടിങ് ആൻഡ് മേക്കിംഗ് സ്പെഷ്യൽ കോമ്പോണൻസ്. അതിൽ സ്പെഷ്യലായിട്ട് കോമ്പോണൻസും കാര്യങ്ങളും കട്ട് ചെയ്യാനും മേക്ക് ചെയ്യാൻ്റെ ഒന്നും ആവശ്യങ്ങൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആൾ ദി ഗ്ലാസ് വാസ് ഓഫ് സെയിം സൈസ്. എല്ലാ ഗ്ലാസും സെയിം സൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, when a consignment arrived on the site it could be used wherever some glass were needed. ഇതിൽ എല്ലാതും ഇവർ ചെയ്തിട്ടുള്ളത് സെയിം ആ ഒരു സൈസ് ഓഫ് ഗ്ലാസ് ആണ് ഇവർ എന്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനിൽ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാബ്രിക്കേഷൻ വാസ് ഡൺ ഓൾ ഇൻ ദി ഫാക്ടറീസ് ആൻഡ് ദി ബിൽഡിംഗ് സൈറ്റ് ഇറ്റ് വാസ് നെസസറി ഓൺലി ടു ഡിഗ് ദി ഫൗണ്ടേഷൻ ആൻഡ് ജോയിൻ ദി പീസസ് ടുഗദർ. ഇതിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫാബ്രിക്കേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാക്ടറിയിൽ ഇവർ ചെയ്തിട്ട് സൈറ്റിൽ വരുമ്പോൾ ബിൽഡിങ്ങിൻ്റെ സൈറ്റിൽ ഇവർ എന്ത് ചെയ്തു ഫൗണ്ടേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ ജോയിൻ ചെയ്തതും കാര്യങ്ങളൊക്കെ സൈറ്റിൽ വന്നിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ആ ഒരു മേലത്തെ പോർഷൻ കേർവി ആയിട്ട് വരുന്നതാണ് ക്രിസ്റ്റൽ പാലസ്. ഓക്കെ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മെഷർ ആൻ ഏരിയ ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 550 മീറ്റർ ബൈ 140 മീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്. കവേർഡ് ആൻ ഏരിയ ഓഫ് 71,800 മീറ്റർ സ്ക്വയർ ആയിരുന്നു എന്ത് വരുന്നത് ഇതിൻ്റെ ഏരിയ ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ്റെ സ്പേസ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗാലറി സ്പേസ് എന്ന് പറഞ്ഞത് 20,200 മീറ്റർ സ്ക്വയർ ആയിരുന്നു ഏത് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഗാലറി സ്പേസ് വരുന്നത്. ഓക്കെ, ദി സെൻട്രൽ ട്രാൻസിറ്റ് വാസ് 33 meter height which was given on the curved roof to preserve some trees at the site.
ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ആ ടോപ്പിൽ നമ്മൾ പറഞ്ഞ ഒരു കേർവായിട്ടുള്ള പോർഷൻ വരുന്നുണ്ട്. അതെന്തിനായിരുന്നു, സൈറ്റിലുള്ള ട്രീനെ പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു കേർവായിട്ടുള്ള റൂഫും കാര്യങ്ങളും ഇവർ ഈ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദിസ് വാസ് ദി ഓൺലി പാർട്ട് ഓഫ് ദി സ്ട്രക്ചർ ഫോർ വിച്ച് ദി സ്റ്റാൻഡർഡൈസ്ഡ് ഗ്രൈൻഡേഴ്സ് കുഡ് നോട്ട് ബി യൂസ്ഡ്. അവിടെ ഗ്രൈൻഡേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ആഫ്റ്റർ ദി എക്സിബിഷൻ ദി ക്രിസ്റ്റൽ പാലസ് വാസ് ഡിസ്മാൻഡിൽഡ് ആൻഡ് റീഎറക്റ്റഡ് ഇൻ ലണ്ടൻ സബർബ്. അപ്പോൾ ഈ ഒരു ഇതിന് ശേഷം ഇവരെന്ത് ചെയ്തു, ഈ ഒരു ക്രിസ്റ്റൽ പാലസ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് എറിക്റ്റഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇറ്റ് റിമൈൻഡ് അൺടിൽ ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദി ഫയർ വെച്ച് നശിക്കണ വരെ, ഈ ഒരു സംഭവം നാശമായി പോകുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സംഭവം അവിടെ റിമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1933 വരെ ഈ ഒരു സംഭവം അവിടെ റിമൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രേറ്റ് എക്സിബിഷൻ ലണ്ടനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് വരുന്നത് പാരീസിലുള്ള എക്സിബിഷനാണ്. ഓക്കെ, പാരീസ് എക്സിബിഷൻ അറ്റ് 1889 അത് നടക്കുന്നത്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്കേത്, ഈഫൽ ടവർ എന്നുള്ളത്, പാരീസിലുള്ള ഈഫൽ ടവർ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിസ്റ്റൽ പാലസ് പറഞ്ഞു, അതുപോലെ തന്നെ പാരീസിലുള്ളതായിരുന്നു ഈഫൽ ടവർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു ഈഫൽ ടവർ എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 10 കണക്കിനുള്ള സ്റ്റീൽസും അയൺസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഈഫൽ ടവറൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈഫൽ ടവറിൻ്റെ ഹൈറ്റ് അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ സ്ക്വയർ മീറ്റേഴ്സ്, അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള 10 വെയ്റ്റ്സ് എത്രയാണെന്നുള്ളത് അവിടെ പറഞ്ഞത് 10,668 ടൺസാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 2.5 മില്യൺ റിവേഴ്സ് കാര്യങ്ങൾ ഈ ഇതിൻ്റെ ഈഫൽ ടവറിൻ്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 18,000 സെപ്പറേറ്റ് കോമ്പോണൻറ്റ്സ് വർ യൂസ്ഡ്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റേജസ്, അതായത് ഈഫൽ ടവറിൻ്റെ ഓരോ സ്റ്റേജസ് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, ദി ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഹൗസ്ഡ് ആസ് എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഡ്യൂറിങ് ദി എക്സിബിഷൻ ഇൻ 1889 ഇറ്റ് ബിക്കം എ പ്ലേസ് ടു ഈറ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈഫൽ ടവറിൻ്റെ. ഓക്കെ, ആ ഒരു ഫ്രാൻസിൻ്റെ ഫസ്റ്റ് റേഡിയോ ആൻഡ് TV സ്റ്റേഷൻ വേർ ഹൗസ്ഡ് ഇൻ ഈഫൽ ടവർ. ഈഫൽ ടവറിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഫ്രാൻസിൻ്റെ ഫസ്റ്റ് റേഡിയോ ആൻഡ് TV സ്റ്റേഷന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഈഫൽ ടവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗസ്റ്റേവ് ഈഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈഫൽ ടവറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിൽ എക്സാമിൽ ചോദിക്കൽ ഈഫൽ ടവറിനെ കുറിച്ച് ചോദിക്കലുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഈഫൽ ടവറിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യലുണ്ട്, എക്സാംസിന് ചോദിക്കലുണ്ട്. 5 മാർക്കിനാണെങ്കിലും 15 മാർക്കിനൊക്കെ ഇതിനെ കുറിച്ച് വിത്ത് സ്കെച്ചസ് വെച്ചിട്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഏതൊക്കെ, പാരീസിലെ എക്സിബിഷനും അതുപോലെ തന്നെ ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസ് എക്സിബിഷനും. ഓക്കെ,
അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി ഈ ഒരു എക്സിബിഷൻ ഹാളിൻ്റെ ടോപ്പിക്കോട് കൂടി നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രിഡ്ജസ്, അതുപോലെ തന്നെ വേറെ കാര്യം ഡിസ്കസ് ചെയ്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫാക്ടറി ബിൽഡിങ്സ്, പിന്നെ അതുപോലെ വേറെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഗ്രേറ്റ് എക്സിബിഷൻസ് ഇൻ ലണ്ടൻ, അതുപോലെ തന്നെ ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ പാരീസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സ്ട്രക്ചേഴ്സ് ആയിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്നിട്ടുള്ള മെയിൻ സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ.